കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. കേരള വിഷൻ കേരളത്തിലെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനം എന്ന രീതിയിൽ ബേബി കിറ്റുകളുടെ ഒരു വിതരണം കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ 30 ലക്ഷത്തോളം കുടുംബങ്ങളിലേക്ക് ഡിജിറ്റൽ ഇൻ്റർനെറ്റ് സേവനം എത്തിക്കുന്ന, കേരളത്തിൽ 1-ാം സ്ഥാനത്തും രാജ്യത്ത് 6-ാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു കമ്പനിയാണ് കേരള വിഷൻ. പക്ഷേ കേരള വിഷനെ തിരയുമ്പോൾ നമ്മളിപ്പോൾ എന്തും വളരെ വേഗത്തിൽ നമ്മുടെ കൈകളിലിരിക്കുന്ന ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടുന്നത് ഈ കമ്പനിയുടെ ഡാറ്റ മാത്രമാണ്. പക്ഷെ സമാനമായ കമ്പനികൾക്കൊപ്പം ഈ കേരളത്തിൽ കഴിഞ്ഞ 28 വർഷമായി ഞങ്ങളുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നിട്ട് വരാനുള്ള കാരണം, ഞങ്ങൾ ഈ കേരളത്തിൽ മാത്രമാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുടെ പിൻബലമില്ല, മറ്റേതെങ്കിലും ഒരു ഏജൻസികളുടെ പിൻബലമില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഞങ്ങളുടെ മുതൽ മുടക്കിൽ ഞങ്ങളുടെ ഈ വ്യവസായവും അല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പമുള്ള ഏതാണ്ട് 1-1.5 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ ജീവിക്കുന്നത് കേരളത്തിലെ ഈ സാധാരണക്കാരോടൊപ്പം നിന്നുള്ള ഞങ്ങളുടെ ഈ വ്യവസായം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിബദ്ധതയുള്ളത് ഈ സൊസൈറ്റിയോടാണ്, അതിലെ സാധാരണക്കാരായ ആളുകളോട് മാത്രമാണ്. ഒരുപക്ഷെ വലിയ കമ്പനികൾ വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്നു വരുന്നൊരു കാലഘട്ടമാണ് നമുക്കറിയാം. നമ്മൾ പോലും അറിയാതെ നമ്മളും അതിൻ്റെയൊക്കെ ഭാഗമാക്കാവുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ കമ്പനികളെന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിന് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളെ അതിന് അഡിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിട്ട് വലതുപക്ഷ രാഷ്ട്രീയ ഭേദമന്യേ ഈ സമൂഹത്തോട് പറഞ്ഞ അപകടമാണ്. ആ അപകടം പൂർത്തിയാകുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഒട്ടുമിക്ക ചെറുകിട കച്ചവട മേഖലകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. ചെറിയ പലചരക്ക് വ്യാപാരികൾ, ചെറിയ വസ്ത്ര വ്യാപാരികൾ, സ്വർണ്ണ വ്യാപാരികൾ ഒക്കെ നഷ്ടപ്പെട്ട്, അവരുടെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട് അവരൊക്കെ മടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്ത ചില പ്രവർത്തികളുടെ ഭാഗമാണ് എന്നുള്ളത്. ഒരു പക്ഷേ ഇന്ന് ഞങ്ങൾ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മത്സരിക്കുന്നത് അതേപോലെയുള്ള വലിയ കമ്പനികളുടെ ലക്ഷം കേരളത്തിലേക്ക് മുടക്കി വരുന്ന വലിയ കമ്പനികളുമായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളെപ്പോഴും കേരള വിഷനെ വിശേഷിപ്പിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ ഒരു ജനകീയ ബദൽ എന്ന രീതിയിലാണ് എപ്പോഴും ഞങ്ങൾ ആ കമ്പനിയെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഞങ്ങളെപ്പോഴും ഈ സാധാരണ മനുഷ്യരോടൊപ്പവും അവരുടെ ജീവിതമാർഗം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഉള്ള കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരതിയാൽ, ഇപ്പോൾ നമ്മൾ വലിയ കമ്പനികൾ അവരുടെ പ്രതിബദ്ധത തീർക്കുന്നത് എപ്പോഴും നാട്ടിലൊരു പ്രശ്നം വന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പത്രസമ്മേളനങ്ങളിലൂടെയോ ലക്ഷങ്ങളോ കോടികളോ ഒരു സംഭാവന കൊടുത്തിട്ടാണ് എപ്പോഴും അവരുടെ കടമകൾ തീർക്കാറുള്ളത്. ആ കൂട്ടത്തിൽ പരതിയാൽ ഒരിക്കൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കേരള വിഷൻ എന്ന് പറയുന്ന പേര് അത്ര കോടികളുടെ മുതൽ മുടക്കുന്ന കമ്പനികളുടെ ഇടയിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയത്തിലും ലോകം കണ്ട ഏറ്റവും വലിയ മഹാമാരിയായ കോവിഡ് സമയത്തും ഞങ്ങൾ ഉണ്ടായിരുന്നു. അത് ഗൂഗിളിൽ തിരയുന്നിടത്തായിരുന്നില്ല, ഞങ്ങൾ ഈ സമൂഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രളയവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഞങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനാണ് എറണാകുളത്ത് ആ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ടത് ഞങ്ങളുടെ സഹപ്രവർത്തകൻ കൂടിയാണ്.
ഇതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള വിഷൻ എപ്പോഴും നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ തുടിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിന് വേണ്ടി കാണുന്ന സ്വപ്നങ്ങളും കരുതലുകളും അവരവരുടെ ആസ്തിക്കനുസരിച്ചായിരിക്കും. പക്ഷേ ഒരു കുഞ്ഞുടുപ്പിന് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരുപാട് ലക്ഷം ആളുകൾ, സഹോദരന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും കൈപിടിച്ച് കയറ്റാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ പരമാവധി അത്തരം കുടുംബങ്ങളിലേക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സംഭാവനകൾ നിശബ്ദമായി എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ ഇന്നൊരു വേദി നമുക്കറിയാം, റോട്ടറി ക്ലബ്ബ് സന്നദ്ധ സംഘടനകൾ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റോട്ടറി ക്ലബിൻ്റെ ഒരു സഹായഹസ്തം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ തീർച്ചയായും അത് ഞങ്ങൾ നിശബ്ദമായി എത്തിക്കേണ്ടതല്ല എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരം വിതരണോദ്ഘാടനം ഞങ്ങളൊരു ചടങ്ങുകളാക്കി മാറ്റുന്നത്. ഇല്ലെങ്കിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നിശബ്ദമായി തന്നെയാണ് കേരള വിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്തരം ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ജനിക്കുന്ന ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് കിട്ടുന്ന ആദ്യത്തെ സമ്മാനം അത് ഞങ്ങൾ വഴി, ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്നില്ല, ഞങ്ങൾ വഴി റോട്ടറി ക്ലബിൻ്റെ ഒരു സംഭാവന, വളരെ വലിയ ഒരു പ്രവർത്തനത്തിലാണ് റോട്ടറി ക്ലബ്ബ് ഞങ്ങളോടൊപ്പം കൈകോർത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ജബ്ബാർ ഗവർണറായി വന്നതിന് ശേഷം അദ്ദേഹം എടുത്ത നിരന്തരമായ നിരവധി ചർച്ചകൾക്കും നിരന്തരമായ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾക്കും, ഒരുപക്ഷെ റോട്ടറി ക്ലബിൻ്റെ ഒരു ഗവർണർക്കോ അല്ലെങ്കിൽ റോട്ടറി ക്ലബിനോ അതിൻ്റെ ഭാരവാഹികൾക്കോ അത് കണ്ടില്ല എന്ന് നടിച്ചു പോകാൻ കഴിയുന്ന ഒരു പ്രവർത്തനം മാത്രമാണത്. പക്ഷേ ആ ആശയം പറയുമ്പോൾ തന്നെ വളരെ വലിയ സ്നേഹത്തോടെ, വളരെ റെസ്പെക്റ്റോടെ ആ പരിപാടി ഏറ്റെടുത്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. ആ നന്ദി എന്നും കേരള വിഷയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് മുഴുവൻ ഇതിന് അണ്ടറിലുള്ള മുഴുവൻ ക്ലബ്ബുകളിലും ഒരു ഹോസ്പിറ്റൽ മിനിമം 50 ബെഡ് വീതം കൊടുക്കാനാണ് റോട്ടറി ക്ലബ്ബ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യ വിതരണോദ്ഘാടനമാണ് ഇന്ന് ഈ തൈക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ വ്യാപ്തി ഒരുപക്ഷെ 1 മണിക്കൂറോ 2 മണിക്കൂറോ പറഞ്ഞാൽ പോലും തീരാത്ത അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു പദ്ധതിയാണ്. ഞങ്ങളെപ്പോഴും ഈ സൊസൈറ്റിയോടൊപ്പമാണ്, ഈ സമൂഹത്തോടൊപ്പമാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ വളരെ ഏറെക്കാലമായി, ഇപ്പം എണ്ണമിട്ട് പറഞ്ഞാൽ കുട്ടനാടൻ പാടശേഖരങ്ങളിലെ ഈ കുടിവെള്ളക്ഷാമ സമയത്ത് അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങുന്ന ഊറ്റകൾ വളരെ മോശമായപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുടിവെള്ളത്തിന് വേണ്ടി പ്രത്യേകം 3-4 ടാങ്കുകൾ സ്ഥാപിച്ചത് കേരള വിഷനാണ്. ശുദ്ധജല ടാങ്കുകൾ സ്ഥാപിച്ചത് കേരള വിഷനാണ്. പ്രളയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, ഒരുപക്ഷെ ഡെപ്യൂട്ടി മേയറോട് സംസാരിക്കുമ്പോൾ കൃത്യമായി പറയാമായിരിക്കാം, ഇന്റർനെറ്റ് ഒരു വലിയ ഒരു സമ്പന്ന വിഭാഗത്തിന് മാത്രം ആഡംബര ജീവിതത്തിനോ അവൻ്റെ വലിയ തരത്തിലുള്ള വ്യവസായത്തിനോ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് ഇന്റർനെറ്റ്. ഇന്നെന്താ സ്ഥിതി? കുഞ്ഞുങ്ങളുടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ, ഇപ്പം നമ്മൾ പറയുന്നത്, നമ്മളൊക്കെ പണ്ട് കരുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകേണ്ട കരുതൽ നമുക്കറിയാം, അവൻ്റെ ഭാവി ഇതൊക്കെ തന്നെയാണ്. പക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിന് ഏറ്റവും കൂടുതൽ കരുതൽ കൊടുക്കുന്നത് അവൻ്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള കരുതൽ തന്നെയാണ്. ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്ന അന്ന് മുതൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസമല്ല, ആ കുട്ടിയുടെ തൊഴിലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ ഇന്ന് അനിവാര്യമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംവിധാനം ഇന്റർനെറ്റ് തന്നെയാണ്. ആ ഇന്റർനെറ്റ് ഇല്ലാതെ പഠിക്കാൻ കഴിയാതിരുന്ന കുട്ടികൾ മരത്തിൻ്റെ മുകളിലേക്ക് കയറി മറിഞ്ഞു വീണ് കൈയൊടിഞ്ഞു പോയ ചരിത്രങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഈ സമയത്തൊക്കെ ഞങ്ങൾ പ്രതിഫലേച്ഛേന ഒരു ലാഭവും ഇച്ഛിക്കാതെ ഏതാണ്ട് 9.5 കിലോമീറ്റർ ഉള്ളിലുള്ള ആദിവാസി കൂരകളിലേക്കും ഈ പറഞ്ഞതുപോലെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സമയങ്ങളിൽ കൊടുക്കുമ്പോൾ, നെറ്റ് കൊടുക്കുമ്പോൾ പഠിക്കാൻ ആവശ്യമായിട്ട് അവന് ഫോണോ ബ്രോഡ്ബാൻഡ് കണക്ഷനോ അതല്ല എങ്കിൽ ലാപ്ടോപ്പോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ നാട്ടിലെ ഇപ്പോൾ പറഞ്ഞ പോലെ റോട്ടറി ക്ലബിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ പോയി സഹായം വാങ്ങിയും ഞങ്ങൾ സ്വരുക്കൂട്ടിയും ഞങ്ങളുടെ പങ്കും ഒക്കെ ചേർത്തിട്ട് വളരെ കാലമായി ഈ സാധാരണ മനുഷ്യരുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളോടൊപ്പം നടന്നു നീങ്ങുന്ന ഒരു വിഭാഗമാണ് കേരള വിഷൻ. ഇതുവരെ ആരെങ്കിലും അതിനെ കണ്ടില്ല എങ്കിൽ ഇനി കണ്ടില്ലെന്ന് നടിക്കരുത്. ഞങ്ങൾ ഈ സമൂഹത്തോടൊപ്പമാണ്, ഈ സമൂഹവും ഞങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് 30 വർഷം. ഇന്ന് ഞങ്ങൾ പറയട്ടെ, ഇന്ന് ഞങ്ങൾ മത്സരിക്കുന്ന റിലയൻസിൻ്റെ കൂടെയാണ്. നിസ്സാരക്കാരനാണ് റിലയൻസ്. സ്വന്തം മകൻ്റെ വിവാഹത്തിന് ഒടിച്ചു കൂട്ടിയ കല്യാണമുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ സാധാരണ കുട്ടികളെ നമുക്ക് സമൂഹം നടത്തിവിടാമായിരുന്നു. ആ മനുഷ്യനോടാണ് ഞങ്ങളിപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഞങ്ങളുടെ പിൻബലം? ഒന്നുമില്ല. ആ പിൻബലം കേരളത്തിലെ 30 ലക്ഷം കുടുംബങ്ങളാണ്. അത് നിസ്സാരമല്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണനയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുനിന്ന് എവിടെയൊന്നും
കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയും പരിവേദനവും കഴിഞ്ഞ് 25 വർഷമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ വിട്ടുമാറാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് ഈ സമൂഹത്തെ ചേർത്ത് നിർത്തി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഈ സമൂഹത്തോടൊപ്പം ചേർന്നത് ഞങ്ങൾക്ക് കോടീശ്വരന്മാരാകേണ്ട ഒരു പദ്ധതി ഞങ്ങൾ ഇട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ ഈ സമൂഹത്തെ ചേർത്ത് നിർത്തി ജീവിക്കണം എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. അതിൻ്റെ വിതരണോദ്ഘാടനം റോട്ടറി ക്ലബ്ബുമായി ചേർന്നിട്ടുള്ള വിതരണോദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ആദ്യമേ ആമുഖമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് റോട്ടറി ക്ലബിൻ്റെ ഡിസ്ട്രിക്ട് ഔട്ടർ കൂടിയായിട്ടുള്ള ശ്രീ സുധി ജബ്ബാറാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഭാഗമായി റോട്ടറി ക്ലബ്ബിന് കേരള വിഷൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞത്. തീർച്ചയായും ഏറെ അഭിമാനത്തോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു അവറുകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ സന്തോഷത്തോടെ ഏറെ ആദരവോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ നേരെ മുന്നിൽ തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് ഞാൻ. ഒരുപാട് രോഗികളെ കണ്ടിട്ടുണ്ട്, ആയിരക്കണക്കിന് രോഗികളെ കണ്ടിട്ടുണ്ട്. അവിടെ സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ സിസ്റ്റർമാരെയും ഡോക്ടർമാരെയും MRS മേനോൻ മുതൽ ഇന്ത്യൻ ഡോക്ടർമാരായ നമ്മുടെ ഡോക്ടർ ലളിത കുമാരി ഒക്കെ ഒരുപാട് പേർ, പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പേർ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങളുടെ കട ചെറുതായിരുന്നപ്പോഴും വലുതായപ്പോഴും ഒരുപാട് ബിസിനസ്സുകൾ അവിടെ നടത്തുന്ന ഒരാളെന്ന നിലയിൽ ജീവകാരുണ്യം ഒരു അത്യാവശ്യ കാര്യമാണ്. അത് ഇതും അതുമായിട്ട് പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാം. മനുഷ്യന് മാത്രമേ അത് കഴിയൂ. കഷ്ടതകൾ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്നവരെ സംരക്ഷിക്കേണ്ട ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. മുത്തശ്ശന്മാരെ സ്നേഹിക്കുന്നവർ, മുത്തശ്ശിയെ സ്നേഹിക്കുന്നവർ, രോഗികളെ സ്നേഹിക്കുന്നവർ, അയൽപക്കത്ത് താമസിക്കുന്ന പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുഞ്ഞു കുട്ടികൾക്ക് ജനിച്ചു വീഴുമ്പോൾ തിരുവനന്തപുരം മുതൽ നമ്മുടെ കോട്ടയം ജില്ല 5 ജില്ലകളിൽ ഒരു കൈത്താണ്. മനസ്സുള്ളവർക്ക് കഴിയും. വീട്ടിൽ നിന്ന് ഒരുപാട് പ്രസംഗമൊക്കെ നടത്താം. നിങ്ങളെ തൊട്ടടുത്ത് അപ്പുറത്ത് നിങ്ങൾ കണ്ടല്ലോ, ആമേഴഞ്ഞ തോടിൽ ഞങ്ങളുടെ ആരാധ്യായ മേയർ ഞാൻ 48 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, ആരെല്ലാം മൈക്കിൽ കൂടി പ്രസംഗിച്ചു, ആരെല്ലാം എതിർത്തു ഒക്കെ നമ്മൾ കണ്ടതാണ്. പ്രവൃത്തിയിലാണ് കാര്യം. അങ്ങനെ അനുഭവിച്ച് ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന ഒരു ആശുപത്രിയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായി അതിൽ നിന്ന് ലഭിച്ച ഒരു അസുഖത്തെ നേരിടുന്ന ഒരു രോഗിയാണ് ഞാൻ. വലിയൊരു രോഗിയാണ് ഞാൻ. പക്ഷെ എനിക്ക് ആശ്വാസം കിട്ടുന്ന മരുന്ന് വഴിയല്ല. 10 പേരെ ഒരു ദിവസം ആശുപത്രിയുടെ തിരുമുറ്റത്തെത്തുന്ന അവർക്ക് എല്ലാ സഹായം 10, 100, 1000 പേർക്ക് സഹായം ചെയ്യാൻ കഴിവുള്ള ഒരു മനസ്സുകൊണ്ട് ആ വലിയ അസുഖത്തിൽ നിന്ന് നമുക്ക് പിന്തിരിയുവാൻ കഴിഞ്ഞ ഒരാളാണ്. ഒരു വേദനയുമില്ല. എനിക്ക് ആ ഒരു വേദനയായി തോന്നുന്നത് എൻ്റെ പാവപ്പെട്ട മെഡിക്കൽ കോളേജിലെത്തുന്ന ഏറ്റവും ലോകത്തിന് മാതൃകയായിട്ടുള്ള, നമ്മൾ കേൾക്കുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആശുപത്രി എന്ന് പറഞ്ഞാൽ ആശുപത്രി അല്ല, അങ്ങനെയല്ല. 12 വിദേശ രാജ്യത്ത് പോയിട്ടുള്ള ആളാണ് ഞാൻ. ലോകത്തെ ഏറ്റവും ആതുരാലയങ്ങളുള്ള ഒന്നിച്ചിരിക്കുന്ന ഒരു ക്യാമ്പസിലിരിക്കുന്ന ആശുപത്രിയാണ്. ചെറിയ ആശുപത്രിയല്ല അത്. റീജിയണൽ ക്യാൻസർ സെൻറ്റർ, ശ്രീ ചിത്ര മെഡിക്കൽ സെൻറ്റർ, റീജിയണൽ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ഔട്ടർ തിരുനാൾ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി, നമ്മുടെ ദന്തൽ ആശുപത്രി, അനുബന്ധ സ്ഥാപനങ്ങൾ. കുട്ടികൾ പഠിക്കുന്നത് അവിടെയാണ്. കുട്ടികൾ പഠിച്ച് PG ആയും ഔസർജനായും നേഴ്സായും അറ്റൻഡറായും ഈ താഴെത്തട്ട് വരെ ജോലി ചെയ്യുന്ന ഏറ്റവും വലിയ ആശുപത്രിയാണ്. ഹൃദയമുള്ളവർക്ക് അവിടെ ചെന്നാൽ ആ ആശുപത്രിയെ പറ്റി പഠിക്കാവുന്നതാണ്. ഈ മഹത്തായ വലിയൊരു റോട്ടറി ക്ലബിൻ്റെ സഹായത്തോടു കൂടി കേരള വിഷൻ ന്യൂസ് ചാനലിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കാതിരിക്കാറില്ല. ശ്രീ ജയകുമാർ പറഞ്ഞല്ലോ, ആരോ വഴിയാണ് ഇവർ മെല്ലെടുന്നത്. റിലയൻസ്, ഇൻ്റർനെറ്റ്, അവരെല്ലാം മൾട്ടി നാഷണൽ കമ്പനികളുമായിട്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല മനസ്സുള്ള
നിങ്ങൾക്ക് നല്ല ജീവിതമുണ്ടാവും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നല്ലതുണ്ടാവും. അവിടെയാണ് ആരുമായിട്ട് മല്ലിടുന്നതല്ല. ഞാൻ ഇന്നലെ ഒരുപാട് കേട്ടവനാണ് ഞാൻ. 48 മണിക്കൂർ ശ്രീ ജോയിക്ക് വേണ്ടി ഇവിടെ ഞാൻ ഈ കനാലിനകത്ത് ചെളിയും മണ്ണിൽ നിന്ന് ഞാൻ ഒരുപാട് കേൾക്കേണ്ടി വന്നു. നിങ്ങളെന്ത് ചെയ്തു എന്നാണ്. നിങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്തത്, നമ്മളെ വിട്ടുപോയ ജോയിക്ക് വേണ്ടിയാണ് ചെയ്തത്. ഞാൻ മറുപടി പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെയായിരിക്കണം മനുഷ്യൻ ഹൃദയമുള്ളവനായി. ഒരു മനുഷ്യൻ എത്ര ദിവസമാണ് ജീവിച്ചിരിക്കുന്നത്? ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് നമുക്ക് മിനിമം നമ്മൾ 100 വയസ്സ് വരെ. 100 വയസ്സെന്ന് പറയുമ്പോൾ എത്ര ദിവസമാണ്? 36,500 ദിവസം. അതിന് നേരെ പകുതി മൊബൈൽ കളിയും വഴക്കും രണ്ടേയും കൂടി പിന്നെ ഉറക്കം. അപ്പോൾ നേരെ പകുതി എന്ന് പറയുന്നത് 18,250 ദിവസമാണ്. മണിക്കൂർ എത്രയാണ് അറിയോ? 9,76,450 മണിക്കൂറാണ്. മാസം എന്ന് പറയുന്നത് 1,200 അപ്പോൾ 60 വയസ്സാവാൻ ഞാൻ ഇനി എത്ര ദിവസം ജീവിച്ചിരിക്കും? ഞാൻ എന്തൊക്കെയാണ് ഈ നാടിന് വേണ്ടി ചെയ്യേണ്ടത്? അതാണ് ജയകുമാറെ നിങ്ങളുടെ കമ്പനി ഇവിടെ ചെയ്യുന്നത്. അത് മനസ്സുള്ളവനെ കഴിയും. ഇതൊന്നും ചെറിയവനെ അല്ലെങ്കിൽ മനസ്സില്ലാത്തവനും കഴിയില്ല. നിങ്ങൾക്കേ കഴിയാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് വലിയ മനസ്സും നിങ്ങളുടെ കുടുംബമൊക്കെ വലിയ വലിയ നല്ല നിലയിലെത്തും. എൻ്റെ മകൻ എങ്ങനെയാണ്? എൻ്റെ മകൻ ഒരു മാസം 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളാണ്. എവിടെ കിടന്നവൻ? ആരുടെ മകൻ? ആരുടെ മുത്തശ്ശിയുടെ മകൻ? ഹൈക്കോടതിയിൽ എൻ്റെ മകള് വക്കീലാവാൻ പോവുകയാണ്. ഇതെല്ലാം തുറന്ന മനസ്സോടുകൂടി ഇത്തരം പ്രവൃത്തി നടത്തിയ ഈ കിറ്റ് ബേബി ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സ്പോൺസർ ചെയ്യുന്ന റോട്ടറി ക്ലബ്ബും അതിന് നേതൃത്വം നൽകുന്ന കേരള വിഷുവിനൊക്കെ അതിൻ്റെ സംഘാടകരൊക്കെ വലിയ വലിയ നിലയിൽ അവരുടെ സന്താനങ്ങൾ എത്തിച്ചു. ഒരു സംശയവുമില്ല. ഞാൻ ദൈവവിശ്വാസിയെ ദൈവത്തിനെ എതിർക്കുന്ന ആളുമല്ല, അനുകൂലിക്കുന്ന ആളുമല്ല. നമ്മൾ നടത്തുന്ന പ്രവൃത്തിയിലാണ് നമ്മൾ വലിയവരായി മാറുന്നതെന്നൊരു സംശയമില്ല. അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും അറിയുമോ? ഈ കൊച്ചു കേരളത്തിലെ തലസ്ഥാന നഗരിലെ എളിയ ഒരു പൊതുപ്രവർത്തകനായി നിന്നു ഇത്ര കാലം ജയിലിൽ കിടന്നു. എൻ്റെ സുഹൃത്തുവിടെ ബിനോയ് ഇവിടെ ഉണ്ട്, ഏഷ്യാനെറ്റിൽ ജോലിയുണ്ട്. നിങ്ങളുടെ കേരള വിഷയത്തിൽ ബിനോയ് ഉണ്ട്. എൻ്റെ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. 100 കണക്കിന് ദിവസം, 1000-ലേറെ ദിവസം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 64 തവണ അറസ്റ്റ് വരിച്ച് സെൻട്രൽ ജയിലിലേക്ക് കിടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നല്ല പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് നിങ്ങളോടൊപ്പം എന്നെപ്പോലുള്ള തൊഴിലാളി വർഗ പാർട്ടിയുടെ ഒരു എളിയ ആളെന്ന നിലയിൽ കേരള വിഷയൻ്റെ എല്ലാ കേബിൾ തൊഴിലാളികളോടൊപ്പം നമ്മളുണ്ടാവും. അതിലൊരു സംശയമില്ല. അങ്ങനെയാണ് നന്നായിട്ടുള്ള എല്ലാവരും. അമേരിക്കൻ പ്രസിഡന്റ് തെരുവ് വിളക്കിൽ ഇരുന്ന് പഠിച്ച പ്രസിഡന്റുമാരുണ്ട് ഇവിടെ. എത്രയോ പേരുണ്ട്. PT ഉഷ ആരാണ്? അങ്ങനെയൊക്കെ നോക്കിയാൽ ഒരുപാട് പേരുടെ പേരുകൾ പറയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് റിലയൻസും മൾട്ടി ലെവൽ കമ്പനിയും അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ളതല്ല. മനസ്സാണ് വലിയ പ്രശ്നം എന്നുള്ളതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പേരുകേട്ട ആശുപത്രിയാണ് തൈക്കാട് ആശുപത്രി, പിന്നെ ശിശു ഔട്ടുനിന്നാട് ആശുപത്രി. അവിടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം കൈത്താങ്ങായി എത്തുന്ന, അതിനെ സ്പോൺസർ ചെയ്യുന്നവരെയും അതിനെ സംഘടിപ്പിക്കുന്നവരെയൊക്കെ വലിയ മനസ്സാണ്. ബാക്കിയൊക്കെ ഒരുപാട് പ്രസംഗമൊക്കെ നടത്താൻ കഴിയും, എല്ലാവർക്കും കഴിയും. എന്തെല്ലാം പ്രസംഗം കേൾക്കണം. കേരള വിഷൻ അത് അതിൻ്റെ പണി പരിപൂർണമായി നടത്തുന്നത് നിങ്ങൾ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട 180, 170, 200, 130 പ്രസവം നടത്തുന്ന അവിടെ എത്തുന്ന വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്തരം കിറ്റ് വിതരണവും കൂടി നിങ്ങൾ നടത്തിയേ മതിയാവും. എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന ഈ പദ്ധതിക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. അത് ആശംസകൾ നേരുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. കേൾക്കുന്നവനും കാണുന്നവർക്കൊക്കെ ഇവിടെ 10-50 ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വിതരണം നടത്തി പോകുന്നുള്ളത് മനസ്സുള്ളവർ. കഞ്ഞി കൊടുത്താലും അവിടെ കഞ്ഞി വിതരണം നടത്തുന്നവരുണ്ട്. 5000 പൊതിച്ചോറ് നൽകുന്നവരുണ്ട്. ഒരു ദിവസം 5000 പൊതിച്ചോറ് നൽകുക എന്ന് പറഞ്ഞാൽ ജീവനക്കാർക്ക് രാവിലെ ആശുപത്രി പോകുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരനോ റെയിൽവേ ജോലി നോക്കി 2 പൊതി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ. 5000 പൊതിച്ചോറ് കൊടുക്കുന്നവരുണ്ട്. കഞ്ഞി വിതരണം നടത്തുന്ന സംഘടനയുണ്ട്. എല്ലാ ഞായറാഴ്ചയും റീജിയണൽ ക്യാൻസർ സെൻ്ററിന് മുമ്പേ പൊതുവിതരണം നടത്തുന്നവരുണ്ട്. എല്ലാം വലിയ മനസ്സുള്ളവരാണ്. എൻ്റെ കടയും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ 3-4 കടകളിൽ എത്തുന്ന ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാവപ്പെട്ട രോഗികൾ വരുമ്പോൾ കുറേ പൈസ പോകും. പക്ഷേ സുഖം ജീവിതം. പണം ഒരുപാട് ആവശ്യത്തിനെ പാടുള്ളൂ എന്ന് മനസ്സുകൊണ്ട് കരുതുന്ന ഒരാളാണ്. എല്ലാ ആശംസകളും നിങ്ങൾക്ക്. കേരള വിഷൻ ന്യൂസ് ചാനലിൻ്റെ സംഘാടകരെ, ഇതിൻ്റെ സ്പോൺസറെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ
ആശുപത്രിയുടെ സൂപ്രണ്ട് മുതൽ ഇനി പീഡിയാട്രിക്കിൻ്റെ ഡോക്ടർ അജിതയാണ്. ഡോക്ടർ അജിത, പിന്നെ പൊതു രംഗത്ത് നിൽക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന ഈ സംരംഭം നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജനിച്ചു വീഴുന്ന കുരുന്നുകൾക്കായി റോട്ടറിയും കേരള വിഷനും ഒന്നുചേർന്ന് സമ്മാനിക്കുന്ന ഈ സമ്മാനം ഏറ്റുവാങ്ങുന്ന സമയമാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഡെപ്യൂട്ടി ഡയറക്ടറും സൂപ്രണ്ടുമായ ഡോക്ടർ ശാന്ത കെ.കെ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങള് റോട്ടറി ക്ലബ്ബ് എന്ന് പറയുന്നത് 1905 തുടങ്ങിയ ഒരു സന്നദ്ധ സംഘടനയാണ്. അത് പൂർണ്ണമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 118 വർഷം തികഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സന്നദ്ധ സംഘടനയിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്ന 5 ജില്ലയിൽ നിന്നുമാണ് ഞാൻ റോട്ടറി ഇന്റർനാഷണലിനെ പ്രതികരിച്ച ഗവർണറായ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിൽ തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം എംപയർ എന്ന് പറയുന്ന ക്ലബ്ബാണ് ഈ 50 കിറ്റുകൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. എനിക്ക് അവരോടാണ് ആദ്യത്തെ അവരുടെ അഭിനന്ദനം അറിയിക്കുന്നത്. ഞങ്ങൾ ഈ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഉടൻ തന്നെ അദ്ദേഹം കമൽ പീറ്റർ ചേട്ടനാണ് അത് തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. പ്രത്യേക നന്ദി കടപ്പാടും ചേച്ചിക്കും അതോടൊപ്പം കമൽ പീറ്ററും പ്രസിഡന്റ് മഞ്ജുവിനും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് മനോജ്. ഈ പദ്ധതി ആയിട്ട് നമ്മള് ഇതിന്റെ തുടക്കം വയ്ക്കല് നമ്മളൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഈരാറ്റുപേട്ട ക്ലബിലെ അന്ന് ബഹുമാനായ ഇതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രവീൺ മോഹനെ കണ്ട് നമ്മൾ ഈ പദ്ധതിയെക്കുറിച്ച്, ഈ പദ്ധതിയല്ല ആക്ച്വലി കേരള വിഷനുമായി ചേർന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. ഉടൻ തന്നെ നമുക്കത് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇതില് എൻ്റെ കൺമണിയെ കുറിച്ച് എൻ്റെ അടുത്ത് പറയുന്നത് തന്നെ ശ്യാം സ്റ്റാരി പെരേരയാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് നല്ലൊരു പദ്ധതിയുണ്ട് ഇവർ ചെയ്യുന്നത്, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ. അടുത്ത നിമിഷം പ്രവീൺ മോഹൻ വിളിക്കുകയും ഒന്നും തന്നെ ചിന്തിക്കാതെ നമ്മുടെ ടീം എല്ലാം കൂടെ ആലോചിച്ച് ഈ ഒരു പദ്ധതി തീർച്ചയായിട്ടും റോട്ടറി ഏറ്റെടുത്ത് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ പദ്ധതിയുമായി കൈകൊടുക്കുന്നത്. ഇവിടെ കേരള വിഷൻ ചാനലിലെ സ്റ്റേറ്റ്സ് ട്രഷറർ ബിനു അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. വളരെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൽ ഭാഗഭാക്കായ ഒട്ടനവധി മെമ്പർമാർ നമ്മുടെ റോട്ടറിയിലുണ്ട്. അപ്പം അവര് അതിനെ വളരെയധികം സ്വാഗതാർഹം ചെയ്തു. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയുമായിട്ട് കൈ ചേരാൻ സാധിച്ചത് തന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. അതിന്റെ കാരണം മുന്നിലിരിക്കുന്ന അമ്മമാര് നമുക്ക് എപ്പോഴും നമുക്കൊരു താണും തല്ലുന്ന, നമ്മൾ എത്ര വലുതായിക്കോട്ടെ എങ്കിലും ഒന്ന് വിളിച്ച്, ഞാനിപ്പോഴും യാത്ര ചെയ്യുമ്പോഴും നീ 47 വയസ്സാണ്, പക്ഷെ എൻ്റെ അമ്മ ഇപ്പോൾ വിളിച്ചു ചോദിക്കും, നീ രാവിലെ എണ്ണിച്ചു, ഭക്ഷണം കഴിച്ചു, ദൂരെയാണ്, എറണാകുളത്താണ് ഇരിക്കുന്നത്, എൻ്റെ പെങ്ങടെ കൂട്ടത്താണ്. പക്ഷെ എങ്കിലും ആ ഒരു കരുതൽ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, ആദ്യ കൺമണിക്ക് ഒരു സമ്മാനം നൽകാൻ കഴിയുക എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ഈ റൊട്ടേറിയൻസ് എല്ലാവർക്കും വലിയൊരു സംതൃപ്തി കിട്ടുന്ന ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അധികം നീട്ടുന്നില്ല. ഈ ഒരു പദ്ധതിയുമായി ചേർന്ന് വന്നതിൽ അധിക സന്തോഷത്തോടുകൂടെ ഇന്ന് ഈ 50 കിറ്റ് ഇവിടെ നൽകുന്നു. ഞാൻ ഡോക്ടർ ശാന്ത മാഡത്തിന് ചോദിച്ചു, ഇവിടെ ഏകദേശം 250 മുതൽ 300 കുഞ്ഞുങ്ങളാണ് ഈ ഹോസ്പിറ്റലിൽ ജനിക്കുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതിയിൽ എല്ലാത്തിലും ട്രിവാൻഡ്രത്ത് നിന്ന് നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ 5 ജില്ലയിലും എൻ്റെ കൺമണിക്ക് എന്ന ഈ പദ്ധതിയുമായി റൊട്ടേറിയൻസ്, നമുക്ക് ഏകദേശം 5000-ഓളം റൊട്ടേറിയൻസ് ഉണ്ട്. നമ്മളെല്ലാവരും ഇതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും എന്ന് ഈ അവസരത്തിൽ
അവരെയും കൂടെ ചേർത്തുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. വലിയൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് സംഘടനയും കേരള വിഷനും ഇത്തരം ഒരു ദൗത്യത്തിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ രാജ്യത്ത് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വരദാനങ്ങളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സമൂഹത്തിലേക്ക് ഇറക്കിവിടുന്ന നാളെയുടെ പ്രതീക്ഷകളാണ്. അപ്പോൾ അവരെ വരവേൽക്കുവാനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആദ്യ കാര്യമെന്ന് പറയുന്നത് അവർക്ക് കണ്ണുപൂട്ടി ഉറങ്ങുവാൻ ഒരു കുഞ്ഞുമെത്ത സമ്മാനിക്കുക എന്നുള്ളതാണ്. അത് വേറെ ഒരു തലത്തിലും അത്തരത്തിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സാമൂഹ്യ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന ഒരു സംഘടന എന്നത് കൊണ്ട് തന്നെ കേരള വിഷനും ഈ നാട്ടിലെ 4500ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരും ഈ സമൂഹത്തോട് എല്ലാവിധത്തിലും പ്രതിബദ്ധതയുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട റോട്ടറിയുടെ ഗവർണർ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിൽ ഇത്തരം സംരംഭങ്ങളിൽ പങ്കാളിത്തം വഹിക്കുവാൻ റോട്ടറി ക്ലബ്ബ് ഞങ്ങളുമായി സഹകരിച്ചിട്ടുള്ളത്. പക്ഷെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവിടെ ജനിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ സമ്മാന പദ്ധതി കേരള വിഷന്റെയും സംഘടനയുടെയും നേതൃത്വത്തിൽ ഇത് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. എന്തായാലും ഈ ചടങ്ങിൽ സംബന്ധിക്കുവാനും ഇവിടുന്നുള്ള അമ്മമാർക്കുള്ള കൈകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സമ്മാന നൽകുവാനും ഉള്ള ചടങ്ങിൽ സംബന്ധിക്കുവാൻ നിങ്ങളേവരെയും സാക്ഷി നിർത്തി ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സഹപ്രവർത്തകരെ ഒട്ടനവധി സുഹൃത്തുക്കൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ്. റോട്ടറി ക്ലബ്ബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ് ഒട്ടനവധി സുഹൃത്തുക്കൾ. അതിൽ തന്നെ നല്ലൊരു വിഭാഗം ഈ മേഖലയിൽ, നിങ്ങളുടെ കേബിൾ TV മേഖലയിൽ ഈ തൊഴിലിൽ വന്നുപെട്ടവരുമാണ്. എല്ലാം കൊണ്ടും തന്നെ ഇത്തരം ഉദ്യമത്തിൽ പങ്കാളികളായ എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഇത്തരം പരിപാടികളിൽ നിങ്ങളുടേതായ എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹകരണവും വീണ്ടും വീണ്ടും സംഘടനയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നെത്തിച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഇനി ജനിക്കുന്നതും ജനിക്കാൻ പോകുന്നതുമായ എല്ലാ കുഞ്ഞുങ്ങൾക്കൂടുമുള്ള പ്രതിബദ്ധത, സാമൂഹ്യമായ പ്രതിബദ്ധത ഉറപ്പ് വരുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി. നമ്മളുടെ റോട്ടറി ക്ലബ്ബും കേരള വിഷനും ചേർന്ന് എൻ്റെ കൺമണി എന്നൊരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് തൈക്കാട് ഹോസ്പിറ്റലിൽ ജനിച്ച കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഉള്ളൊരു പ്രോഗ്രാം, അത് വളരെ നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്. എന്തായാലും റോട്ടറി ക്ലബ്ബും അതുപോലെ കേരള വിഷനും ചേർന്ന് ഇതുപോലൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുകയും ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അത് നൽകുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനവുമുണ്ട്. റോട്ടറി ക്ലബിൻ്റെയും കേരള വിഷൻ്റെയും ഭാഗത്തു നിന്നും ഇനിയും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു വരാനുള്ള മനസ്സ് ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്തു തന്ന കേരള വിഷനും റോട്ടറി ക്ലബിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി എൻ്റെ കൺമണി എന്നൊരു പ്രോജക്റ്റ്, ഒരു വ്യത്യസ്തമായ പ്രോജക്റ്റ് റോട്ടറി ഡിസ്ട്രിക്ട് 321 കൊണ്ടുവന്ന നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ AKSM സുധീർ ജബ്ബാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ വ്യത്യസ്തമായ പ്രോജക്റ്റിലാണ് ഈ വർഷം എല്ലാ പ്രോജക്റ്റും വളരെ വ്യത്യസ്തമായ പ്രോജക്റ്റിലാണ് ഈ വർഷം സുധീർ ജബ്ബാറിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴയുള്ള ജില്ലകളിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നൊരു സമയം ഏറ്റവും കുഞ്ഞായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ഉറക്കം ഏറ്റവും കംഫർട്ടബിളായിട്ട് ആയിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി
ഒരു ആദ്യത്തെ കൺമണിക്ക് അല്ലെ ജനിച്ച ഉടനെ തന്നെ ഫസ്റ്റ് ഗിഫ്റ്റ്, ഫസ്റ്റ് ഇസ് ഓൾവേസ് ബെസ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഗിഫ്റ്റായിട്ട് ഒരു സമ്മാനം ഈ ഒരു ഹോസ്പിറ്റലിലുള്ള കുട്ടികൾക്ക് അല്ലെ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ സോണിലുള്ള റോട്ടറി ക്ലബ് ഓഫ് എംപയറിൻ്റെ പ്രസിഡന്റിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാര്യം ഈ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം ഞാൻ അവരുടെ ഇൻസ്റ്റലേഷൻ സമയത്ത് പറഞ്ഞ ഒപ്പം തന്നെ അത് തീർച്ചയായിട്ടും ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് അന്ന് തന്നെ ഒരു സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത ഒരു ക്ലബ്ബാണ് എംപയർ. ആ ക്ലബിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇവിടെ പങ്കുചേർന്ന ഏവർക്കും എൻ്റെയും റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം എംപയറിൻ്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആരോഗ്യവകുപ്പിൻ്റെ സഹകരണത്തോടു കൂടി കേരള വിഷൻ നടപ്പിലാക്കി വരുന്ന കാരുണ്യ പദ്ധതിയായ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന ഈ പ്രോജക്റ്റിൽ റോട്ടറിക്കും കൈകോർക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന ഒരു സ്നേഹ സമ്മാനമാണ് ഈ ബേബി കിറ്റ് വിതരണം. കേരളത്തിലെ 80-ൽ പരം സർക്കാർ ആശുപത്രികളിൽ ഈ പദ്ധതി നടപ്പിലാക്കപ്പെടും. റോട്ടറിയുടെ പ്രവർത്തന മേഖലകൾ റോട്ടറി സമൂഹത്തിന് എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉതകുന്ന ഈ പദ്ധതിയിൽ ഒരു കൈത്താങ്ങാകുവാൻ റോട്ടറി ഡിസ്ട്രിക്ട് 3211 സോൺ 2-ലെ ക്ലബ്ബായ റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം എംപയറിനും സാധിച്ചു. സോ കൺഗ്രാറ്റ്സ് കേരള വിഷൻ ഫോർ എക്സിക്യൂട്ടിംഗ് സച്ച് എ വണ്ടർഫുൾ പ്രോജക്ട് ടുഗദർ ആൻഡ് എക്സ്പെക്ടിംഗ് മോർ ഇൻ ദ അപ്കമിംഗ് ഇയേഴ്സ് ടു. താങ്ക് യു എവരിവൺ. കേരള വിഷനുമായി ചേർന്ന് റോട്ടറി എംപയറിന് ഇതുപോലൊരു മനോഹരമായ പദ്ധതിയിൽ കൈകോർക്കാൻ കഴിഞ്ഞതിൽ ക്ലബിൻ്റെ പേരിലും കേരള വിഷൻ്റെ പേരിലും നന്ദി പറയുന്നു. നമസ്കാരം.